അർജു ഒരു കണ്ടൻറ് ക്രിയേഷൻ ഒരു പാറ്റേൺ തന്നെ മാറുകയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആളുകൾ ഷോർട്ട് വീഡിയോസിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഒറിജിനൽ കണ്ടൻറ് എന്നുള്ള ഫോമാറ്റിലേക്ക് യൂട്യൂബ് മാറുകയാണ്. സോ എങ്ങനെയാണ് ഈ ഒരു കണ്ടൻറ് മേഖല, അതായത് ഒരു മീഡിയയുടെ അല്ല കണ്ടൻറ് മേഖല എങ്ങനെയാണ് മാറാൻ പോകുന്നത്? അത് മെയിനായിട്ട് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് റീൽസും കാര്യങ്ങളും. പക്ഷേ നമുക്ക് ഫോളോവേഴ്സ് കൂടാൻ ഏറ്റവും നമുക്ക് നല്ലത് ഷോർട്ട് ടൈം കണ്ടൻസ് ആണ്. കാരണം പെട്ടെന്ന് അതിൻ്റെ അടി സബ്സ്ക്രൈബ് ബട്ടണോടെ എല്ലാം നമുക്ക് ആക്സസിബിൾ ആണ്. മറ്റേ ആണെങ്കിൽ നമ്മൾ ചാനലിൽ കയറി വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സോ എനിക്കൊന്ന് കുറച്ചും കൂടി നമുക്ക് സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷോർട്ട് ടൈം കണ്ടൻറ്റ് പുഷ് ചെയ്യുക. നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുന്നത് ലോങ് ടൈം കണ്ടൻറ്റ് തന്നെയാണ് ഇപ്പോഴും. ഭാവിയിൽ അത് മാറുമായിരിക്കും, കാരണം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ടിക്ടോക്ക് പുറത്ത് ഭയങ്കര സംഭവമാണ്. അതാണ് ഏറ്റവും വലിയ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനി ഷോർട്ട് ടൈം വീഡിയോസിൽ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടും കോറിലേറ്റ് ചെയ്ത് പോവുക. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എക്സസൈസിൽ ഇൻഫ്ലുവൻസേഴ്സ് ആദ്യം നല്ല സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വളരെ ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി കൊലാബ് ഓപ്ഷൻസ് വരുന്നുണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിനേക്കാളുപരി അർജുയെ പോലുള്ള ആളുകൾ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പും കൂടിയാണ്. അപ്പം എന്താണ് ആ ഒരു ട്രെൻഡ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫെമിലിയർ ഫേസ് ആണ്. നമ്മളൊരു പുതുമുഖം എന്ന് പറയുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഒരുപാട് മൂവി പ്രൊമോഷൻ നമുക്ക് യൂട്യൂബേഴ്സിന് വരാറുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിന് വരാറുണ്ട്. സോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു സംഭവം അതാണ് വർക്ക്. അർജുൻ്റെ ഒരു സിനിമ പ്ലാനിങ് കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഓഗസ്റ്റിൽ പുതിയ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. എന്താണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഒരു നടനായിട്ട് എന്താണ് ചെയ്യുന്നത്, റോൾ എന്താണെന്നൊക്കെ ഒന്ന് പറയും. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഷൈൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. നമ്മളൊരു നാട്ടിൽ നടക്കുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ്, പിന്നെ ഒരു പ്രശ്നം പറ്റി മധുരയിൽ പോകുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സിനിമയാണ്. സോ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും കേട്ടോ. ഒരു സിനിമാ നടനായി മാറട്ടെ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.